ഹലോ മക്കളെ, ഓൺലൈൻ ട്യൂഷൻ ആണോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ട്യൂഷൻ ആണോ നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്? ഇത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ എന്താ ഒരു വഴിയുള്ളത്? യെസ്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ കുട്ടികളെ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവസാനം എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ റെഡി ആണല്ലോ? അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിസ് നമ്മുടെ ഓൺലൈൻ ട്യൂഷനും അതേപോലെ തന്നെ ഓഫ്ലൈൻ ട്യൂഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആയിരിക്കും നടത്തുന്നുണ്ടാവുക. രണ്ടിൻ്റെയും, അതായത് ഓൺലൈൻ ട്യൂഷൻ്റെയും അതേപോലെ തന്നെ ഓഫ്ലൈൻ ട്യൂഷൻ്റെയും അഡ്വാൻറ്റേജസും അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു അനാലിസിസ് അങ്ങനെ നടത്തിയേക്കാം. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേഗം നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് നമുക്ക് ഈ ഒരു ഓൺലൈൻ ട്യൂഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കി നോക്കാം. അത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്, അതായത് നമ്മുടെ ഫീസ്. അപ്പോൾ ഫീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിന ഫാമിലി ഒരു വർഷത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട്, പലരും വിചാരിക്കും മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെയാണെന്നൊക്കെ പലരും വിചാരിക്കാറുണ്ട്. അങ്ങനെയൊന്നുമല്ല മക്കളെ, ഒരു വർഷത്തേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു താഴെ കാണുന്ന എമൗണ്ട് ആണ്. അപ്പോൾ ആ ഒരു ഫീസിനെ കുറിച്ച് മിസ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം പലരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ളൊരു അപ്രോച്ച് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് നോക്കുമ്പോൾ ഒരു വർഷത്തെ കംപ്ലീറ്റ് ഫീസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതൊരിച്ച് കുറച്ചൊരു വലിയൊരു എമൗണ്ട് ആണല്ലോ മിസ്സേ എന്ന് തോന്നും, കാരണം അത് അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അതിനെക്കുറിച്ച് മിസ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, അത് നിങ്ങളുടെ ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ എന്നെ ആലോചിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും. ഓക്കെ, പക്ഷേ നമ്മൾ ജസ്റ്റ് ഒരു കമ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഓഫ്ലൈനേക്കാളും എന്തുകൊണ്ടും അല്ലെങ്കിൽ വളരെയധികം ഫീസ് കുറവായിരിക്കും നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ അത് ചെറിയൊരു ഡിഫറെൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സ്. ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സ് മിസ് ഒരിക്കലും പറയില്ല നമ്മുടെ ഓഫ്ലൈനിലെ ടീച്ചേഴ്സ് മോശം അല്ലെങ്കിൽ ഓൺലൈനിലെ ടീച്ചേഴ്സാണ് അടിപൊളി, അങ്ങനെയൊന്നും അല്ല മിസ് പറയുന്നത്. മിസ്സായാലും നമ്മൾ ട്യൂഷനിലൊക്കെ പോയി പഠിച്ച് വളർന്ന ഒരാളാണ്. അവിടെയും മിസ്സിന് ഒത്തിരി നല്ല ടീച്ചേഴ്സിനെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് മിസ് അങ്ങനെ ഒരാളെ മോശമായിട്ടോ അങ്ങനെ ഒന്നും ഒരിക്കലും പറയില്ല. നല്ല ടീച്ചേഴ്സ് എല്ലാത്തിലും ഉണ്ട്, നമ്മൾ ഓഫ്ലൈനിലും ഉണ്ട് അതേപോലെ തന്നെ ഓൺലൈനായിട്ടും ഉണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് മിസ് ഇപ്പോൾ പറയുന്നത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഓൺലൈനിൽ ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ, ഇപ്പോൾ ഓഫ്ലൈനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടീച്ചറിന് പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന് ഒരു പരിമിതിയുണ്ട് അല്ലേ? ഒരു മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഓൺലൈനിൽ ഒരു ടീച്ചറെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തൗസൻഡ്സ്, ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ മാരത്തോൺ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, മാരത്തോൺ ലൈവുകളൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, അതിൽ തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ആണ് വരുന്നത് അല്ലേ? അപ്പോൾ അതിൽ ഒരു ടീച്ചർ ഇത്രയധികം തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസിന് പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ ആ ടീച്ചേഴ്സിന് അത്രയധികം ക്വാളിറ്റി വേണം അല്ലേ? ഇപ്പോൾ വെറുതെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത്രയും ലക്ഷക്കണക്കിന് പിള്ളേർക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത്രയും നല്ലോണം എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സിനെയാണ് നമ്മുടെ എക്സാമിനർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് നടത്തുന്നില്ല. പിന്നെ നമുക്ക് ഓരോ സബ്ജക്റ്റിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇപ്പോൾ ഓൺലൈനിൽ മറ്റേ ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഓൺലൈനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ചിലപ്പോൾ ഓഫ്ലൈനിൽ പഠിപ്പിക്കുന്ന ടീച്ചറോടായിരിക്കും, അല്ലെങ്കിൽ ഓഫ്ലൈനിൽ പഠിപ്പിക്കുന്ന സാറുമാർ പഠിപ്പിച്ചതായിരിക്കും കുറച്ചും കൂടി ഇഷ്ടം ഉണ്ടാവുക. അത് നമുക്ക് ഓരോ സബ്ജക്റ്റ് അനുസരിച്ചൊരു ഡിഫറെൻ്റ് ഒക്കെ ആയിട്ടുണ്ടാവും. ഓക്കെ, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് പല രീതിയിലും തോന്നാം. ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈനിലെ ക്ലാസ്സസ് ഇഷ്ടമുണ്ടാവും, ചിലർക്ക് അതേ സബ്ജക്റ്റിന് ചിലപ്പോൾ ഓഫ്ലൈനിലെ ക്ലാസ് ആയിരിക്കും അല്ലെങ്കിൽ ഓൺലൈനായി, അങ്ങനെ പല ഡിഫറൻസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തീരുമാനിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു അപ്രോച്ച്, ചിലർക്ക് ഓൺലൈൻ ആയിരിക്കും ഇഷ്ടമുണ്ടാവുക, ചിലർക്ക് ഓഫ്ലൈൻ ആയിരിക്കും ഇഷ്ടമുണ്ടാവുക. അത് നിങ്ങളുടെ തീരുമാനം അനുസരിച്ചിട്ട് മാറാം. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് കണ്ടന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മിസ് വോളിയം എന്ന് കൊടുത്തത് നമ്മുടെ സൗണ്ട് ആണെന്ന് വിചാരിക്കരുത്. ആ ഒരു കണ്ടന്റ്, ആ ഒരു എമൗണ്ട് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ രാത്രി നൈറ്റിൽ ക്ലാസ്സസ് ഒക്കെ വയ്ക്കാറുണ്ട് അല്ലേ? രാത്രി ക്ലാസ്സസിന് ഇപ്പോൾ 7:30 മുതൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സസ് ഉണ്ട്. നമ്മുടെ ടീച്ചേഴ്സിന് കുറേ കണ്ടന്റുകൾ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ബാച്ചിലാണെന്നുണ്ടെങ്കിൽ ബാച്ചിൽ ലേണിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും, അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും, അതുകൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു തരും. അങ്ങനെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ടന്റ് തന്നെ നമുക്ക് മാക്സിമം എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുമോ, അതേപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി മാത്രമായിട്ടൊരു സെഷൻസ് അങ്ങനെയൊക്കെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും അല്ലേ? കാരണം അത്രയും നമുക്ക് സമയമുണ്ട്. നിങ്ങൾക്ക് ഏത് സമയം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ രാത്രി ഇപ്പോൾ ഒരു 8 മണിക്കൊക്കെ നമ്മൾ ലൈവ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ലൈവൊക്കെ കാണാനായിട്ട് സാധിക്കും അല്ലേ? ഇനി അതിൽ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റീവാച്ചാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓഫ്ലൈനിൽ ഇപ്പോൾ ഒരു ടീച്ചർ ക്ലാസ് എടുത്തത് നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു.
പക്ഷേ അത് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ നമ്മുടെ എന്താ പറയുക വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന തരത്തിലുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലാത്ത ഓഫ്ലൈൻ സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് വീണ്ടും ആ ഒരു ക്ലാസ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടീച്ചർ വീണ്ടും ഒന്നും കൂടെ നമുക്ക് റിവിഷനൊക്കെ ആയിട്ടൊക്കെ എടുത്തു തരണം അല്ലേ. അപ്പോൾ അടിപൊളി ഒരു ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ് നമുക്ക് എല്ലാതും പക്ക ക്ലിയർ ആയി. പക്ഷെ നമുക്ക് ഒന്നും കൂടെ അത് എടുത്ത് നോക്കി കാണണമെന്നുണ്ടെങ്കിൽ അതിനൊരു എന്താ പറയുക, അതിനൊരു മാർഗ്ഗമില്ല നമുക്ക് അല്ലേ. ഓഫ്ലൈനിലെ ടീച്ചേഴ്സൊക്കെ അടിപൊളിയായിട്ട് എടുത്തു തന്നു. പക്ഷെ അത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ വേറെ വഴിയൊന്നുമില്ലാത്തൊരവസ്ഥ വരും അല്ലേ. ടീച്ചർമാർ വീണ്ടും വരേണ്ടി വരും. പക്ഷേ നമ്മുടെ ഓൺലൈനിൽ അതൊരു ഗുണം തന്നെയാണ്. കാരണം ഇപ്പം നിങ്ങൾക്ക് അഥവാ ഒരു ക്ലാസ് മിസ്സായിപ്പോയി, അഥവാ ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും പോകുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ അത് ആവശ്യം അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആകുന്ന സമയം, ആ സമയത്ത് നിങ്ങൾക്ക് അതൊന്നും കൂടി എടുത്ത് കാണാവുന്നതാണ്. പിന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തു, അതിനുശേഷം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ഡൗട്ടുകൾ വന്നു. അപ്പോൾ ആ ഡൗട്ടുകൾ നിങ്ങൾക്ക് അയ്യോ അതെങ്ങനെയായിരുന്നു പറഞ്ഞത്, അവിടെ എങ്ങനെയായിരുന്നു, ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും കൂടെ പോയിട്ട് വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ നല്ലോണം ക്ലാരിറ്റി കിട്ടും, ഒന്നും കൂടെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാനും സാധിക്കും അല്ലേ. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. മാത്രമല്ല നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾക്ക് ആരുടെയും ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പലർക്കും പല നേരത്തൊക്കെ ആയിരിക്കും നമുക്കൊരു പഠിക്കാനുള്ളൊരു മൂടൊക്കെ വരിക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ എല്ലാവർക്കും ഒരുമിച്ച് അങ്ങനെ പഠിക്കുന്ന പറയുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ അങ്ങനെ പഠിക്കാനുള്ള ഒരു ഉന്മേഷമൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് എപ്പോഴാണോ പഠിക്കാൻ നല്ല ഒരു ഉന്മേഷം തോന്നുന്നത്, ആ സമയത്ത് നമുക്ക് വീഡിയോ എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ എടുത്ത് കാണാനായിട്ട് സാധിക്കും. അത് ഓൺലൈനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ഇനി അടുത്ത കാര്യം നോട്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ്ലൈനിൽ നമ്മൾ നോട്ട്സൊക്കെ എഴുതിയെടുക്കും അല്ലേ. അപ്പോൾ നോട്ട്സൊക്കെ എഴുതിയെടുക്കും. അവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ കുറച്ച് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഓഫ്ലൈനിൽ വെച്ച് നോക്കുമ്പോൾ നോട്ട്സ് ഉണ്ടാക്കാനായിട്ട് തന്നെ കുറച്ചധികം സമയം പോകുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നോട്ട്സിന് അഥവാ നമ്മൾ ഓഫ്ലൈനിൽ ഏതെങ്കിലും നോട്ട് മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വീണ്ടും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ നോക്കിയിട്ട് അത് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സമയം മാറ്റി വെക്കണം അല്ലെ. അത് കുറച്ച് അത്യാവശ്യം നമ്മുടെ കുറേ സമയം വെറുതെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് അത് മാറാറുണ്ട് അല്ലേ. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓൺലൈൻ ക്ലാസ്സിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെക്ചർ നോട്ടായിട്ട് ചെറിയ പോയിന്റ്സുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സുകളായിട്ട് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഷോർട്ട് നോട്ടുകൾ അവിടെ ഉണ്ടായിക്കോട്ടെ. അത് നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേദിവസമൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ റിവിഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഷോർട്ട് നോട്ടുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും. അതുകൂടാതെ നമ്മുടെ ടീച്ചേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നോട്ടുകൾ അയച്ചു തരും. സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ അങ്ങനെ അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കഷ്ടപ്പെട്ട് വേറെ നോട്ട് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അവിടെ എല്ലാതും അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ നിങ്ങളുടെ ഷോർട്ട് നോട്ട്സുകൾ ഉണ്ടെങ്കിൽ പിന്നെ സംഭവം എല്ലാതും നല്ല ഈസി ആയിട്ട് എല്ലാതും എൻ്റെ കുട്ടികൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഓൺലൈനും അതേപോലെ തന്നെ ഓഫ്ലൈനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസും അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും. ഓക്കെ റെഡി. ഇനി അടുത്തത് ഓൺലൈൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഇപ്പം നമ്മുടെ ഓഫ്ലൈനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് നല്ലോണം ഇരുത്തി പഠിപ്പിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഇരുത്തി പഠിപ്പിക്കും. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളോട് ആരോടും പറയാതെ 7 മണിയായി വേഗം ക്ലാസ് കാണാൻ വരൂ, അല്ലെങ്കിൽ എന്താ പറയുക വേഗം അല്ലേ അതേ പഠിക്കാതിരുന്നോ ശ്രദ്ധയോടുകൂടി ഇരുന്നോ എന്നൊക്കെ പറയാനായിട്ട് ഓൺലൈനിൽ ആരും ഉണ്ടാവില്ല. അതിൽ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ വേണം. ഓക്കെ, അപ്പം നമ്മൾ കുറേ മോട്ടിവേഷൻസ് ഒക്കെ കൊടുക്കും നമ്മുടെ കുട്ടികളെ ഇരുത്താനായിട്ട്. പക്ഷെ മാത്രമല്ല നമ്മൾ ഇപ്പോൾ ക്ലാസ്സസ് ഒക്കെ മാക്സിമം എൻ്റർടൈനിങ് ആക്കാനായിട്ടൊക്കെ ശ്രമിക്കും. ഇപ്പോൾ മിസ്സിനായതെന്നൊക്കെ എല്ലാം അറിയില്ല, നമ്മൾ കുറേ അധികം അല്ലേ കുറേ കുട്ടികളായിട്ടുള്ള കുറേ ഇൻട്രാക്ഷൻസും അതേപോലെ കുറച്ചധികം ചളികളും ഒക്കെ പറഞ്ഞിട്ട് മാക്സിമം ഇൻട്രാക്ഷൻസ് ഒക്കെ വരുത്തി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സസ് മാക്സിമം എൻ്റർടൈനിങ് ആക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ എന്നിരുന്നാലും ഏറ്റവും അവസാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെൽഫ് മോട്ടിവേഷൻ വേണം. ആരും പറഞ്ഞ് അല്ലേ വേഗം വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും പറഞ്ഞ് നിർബന്ധിക്കാനുണ്ടാവില്ല. സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് വേണം വരാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ കണക്ഷൻ വിത്ത് ടീച്ചേഴ്സ്. ഇപ്പോൾ നമ്മുടെ ഓഫ്ലൈനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിന് നേരിട്ടുള്ളൊരു കണക്ഷൻ വരും. അത് ആക്ച്വലി ഓഫ്ലൈൻ്റെ ഒരു ഗുണമാണ്. നിങ്ങൾക്ക് ടീച്ചേഴ്സിനെ നേരിട്ട് കണ്ടിട്ടുള്ള ആ ഒരു കണക്ഷൻ, ടീച്ചേഴ്സിനായിട്ടുള്ള ഒരു ബോണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ഓൺലൈനിൽ അത് നടക്കില്ല. കാരണം നമ്മൾ നേരിട്ട് കാണുന്നില്ല അല്ലേ. നിങ്ങളിപ്പോൾ ഈ ഒരു സ്ക്രീനിലൂടെയാണ് നമ്മളെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും പറയാം. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ഇപ്പോൾ നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കണ്ട് നമ്മൾ അല്ലേ നിങ്ങൾക്കിപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് നമ്മളായിട്ടൊരു ബോണ്ട് നിങ്ങൾക്ക് അവിടെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഓൺലൈനിലായാലും നമ്മുടെ ടീച്ചേഴ്സ് ഇങ്ങനെ വരുന്ന
സമയത്ത് നിങ്ങൾ നമ്മളെ കാണാനായിട്ട് വരാറുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു സ്പെഷ്യൽ ടൈപ്പ് ഒരു ഇഷ്ടമാണ് അല്ലേ? ഓൺലൈൻ ടീച്ചേഴ്സിനോട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കുഞ്ഞു ഇഷ്ടം അത് വേറെ തന്നെയുണ്ട്. അപ്പോൾ അതങ്ങനെ ഫീൽ ചെയ്യുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂഷൻ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ നേരിട്ട് കാണുന്നില്ല എന്ന് മാത്രം. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അഥവാ അയ്യോ മിസ് എനിക്ക് നേരിട്ട് കാണാതെ ഈ സ്ക്രീനിൽ മാത്രം കണ്ടിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ട്യൂഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ. നമ്മുടെ ഓഫ്ലൈനിലാണെന്നുണ്ടെങ്കിൽ അത് നിറയെ സ്റ്റുഡൻസ് ഉള്ള ഓഫ്ലൈൻ ക്ലാസ് റൂമിൽ സാധിക്കില്ല. പക്ഷേ വളരെ കുറച്ച് സ്റ്റുഡൻസ് മാത്രമുള്ള ഒരു ട്യൂഷൻ സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അവിടെ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് അറ്റൻഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നിറയെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ സാധിക്കില്ല, പക്ഷെ കുറച്ച് സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ നടത്താനായിട്ട് സാധിക്കും. അതും നമ്മുടെ ഓൺലൈനിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതായത് ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് ഓരോ സ്റ്റുഡൻസിനെയും നമുക്ക് ഇരുത്തി പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല. മാക്സിമം നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അത്രയും എഫേർട്ട് എടുത്ത് കംപ്ലീറ്റ് ആയ ക്ലാസ്സസും അത്രയും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ട്സുകളും അതേപോലെ തന്നെ കോഡുകളൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് പഠിപ്പിച്ച് തരും. പക്ഷേ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോരുത്തർ ഇനി അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള റിപ്ലൈയും നമ്മൾ തരും. പക്ഷെ അതുകൂടാതെ ഓരോരുത്തരെയും നമുക്ക് ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ളത് ഓൺലൈനിൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പക്ഷേ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനിൽ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൺലൈനും ഓഫ്ലൈനും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ തീരുമാനിക്കാം, ഇനി നിങ്ങളുടെ ഊഴമാണ്. ഇനി നിങ്ങൾ തീരുമാനിക്കുക ഏതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് തീരുമാനിക്കുക. അതിനനുസരിച്ചൊരു ഡിസിഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും വേണം എന്നാണെന്നുണ്ടെങ്കിൽ, ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും വേണം എന്നാണെന്നുണ്ടെങ്കിൽ മറക്കാതെ മക്കളെ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഇതിലിപ്പോൾ മിസ് ഇപ്പോൾ അനലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതുകൂടാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം ഏതാണ്, നിങ്ങൾക്ക് പരീക്ഷയുടെ തലേദിവസം കാണാനായിട്ട് കുറച്ചും കൂടി എളുപ്പം ഏതാണ് എന്നുള്ളതൊക്കെ ഇനി എന്ത് ചെയ്യാം? ഇനി അതൊക്കെ മിസ് ദേ നിങ്ങൾക്ക് വിട്ട് തന്നിരിക്കുകയാണ്. അതെല്ലാതും എൻ്റെ കുട്ടികൾക്ക് ഇനി എന്ത് ചെയ്യാം? നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അത് മിസ് നോക്കും. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ പോയിന്റ്സ് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടെ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത്? എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇരുന്ന് പഠിക്കുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോയിരുന്ന് പഠിക്കുന്നതാണോ, ഏതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ എന്നുള്ളത് എന്ത് ചെയ്യുക? മറക്കാതെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും താങ്ക് യു മക്കളെ, താങ്ക് യു സോ മച്ച്.